ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളൊരു പഴയ നമ്പറിനെ വേറൊരു സിമ്മിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ, അതോ പോർട്ട് ചെയ്യുമ്പോൾ, അതോ ചേഞ്ച് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നമ്മൾ ആ സിം വന്നിട്ട് ആക്ടിവേറ്റ് ആകുന്നതാണ്. അതേസമയം തന്നെ നമ്മളെ കോളിങ്ങും ഡാറ്റയും കറക്റ്റായിട്ട് വർക്ക് ആകുന്നതാണ്. പക്ഷേങ്കിൽ നമ്മളെ SMS വന്നിട്ട് സെൻഡ് ആകുന്നില്ല, റിസീവ് ആകുന്നില്ല. അതെന്താ നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിലേക്ക് പോകാം. നമ്മളൊരു പഴയ നമ്പറിനെ വേറൊരു സിമ്മിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ സമയം നമുക്ക് കോളിങ്ങും ഡാറ്റയും കറക്റ്റായിട്ട് വർക്ക് ആകും. പക്ഷേങ്കിൽ SMS വന്നിട്ട് സെൻഡും ആകൂല, റിസീവും ആകൂല. അതെന്താന്ന് വെച്ചാൽ അത് ഗവൺമെന്റിന്റെ ഒരു പുതിയ റൂളാണ്. അതെന്താന്ന് വെച്ചാൽ അതൊരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയമം വെച്ചത്. എന്താന്ന് വെച്ചാൽ ആ നമ്പറിൽ നിങ്ങൾ പല അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ മാറ്റിയ സിം വന്നിട്ട് ആ ദിവസം തന്നെ എവിടെയെങ്കിലും കൈമാറി പെയ്യാലോ അതോ കളഞ്ഞു പെയ്യാൽ ചില സമയം ആരെങ്കിലും ആ സിമ്മിനെ എടുത്ത് യൂസ് ചെയ്ത് OTP ജനറേറ്റ് ചെയ്ത് പൈസ എടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു ഫ്രോഡും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗവൺമെന്റ് ഇങ്ങനത്തെ റൂൾ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതൊരു സെക്യൂരിറ്റി ആണ്. ഓക്കെ, സോ ഇതിനെ വിചാരിച്ചിട്ട് ആരും പേടിക്കണ്ട. ഇതൊരു നോർമൽ കേസാണ്. സോ ഈ റൂള് വന്നിട്ട് 24 hours വരയ്ക്കും നിങ്ങൾക്ക് SMS സെൻഡ് ആകൂല, റിസീവ് ആകൂല. അതിനുശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് റിസീവ് ആവും, സെൻഡ് ആകും. സോ അതിനെ വെച്ചിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. ഇതൊരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഒരു റൂൾ കൊണ്ടുവന്നിട്ടുള്ളത്. അഥവാ നിങ്ങൾ ആ സമയം ഫ്രോഡായി പോയാൽ നിങ്ങൾ ആ സിമ്മിനെ ബ്ലോക്ക് ആക്കിയിട്ട് വേറൊരു സിം എടുക്കേണ്ടതാണ്. ഓക്കെ, സോ നിങ്ങൾ ആ സിം 24 hours കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് SMS വർക്കായില്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയറിന് കോൺടാക്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ സിം വാങ്ങിച്ച ഡീലറിൻ്റെ കൂടെ സംസാരിച്ച് ഇതിനെ ക്ലിയർ ആക്കുന്നതാണ്. ഓക്കെ, ആ ഒരു 24 hours കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു SMS വരും. നിങ്ങളെ SMS പ്ലാൻ വന്നിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്, ഇനി മുതൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു SMS വരുന്നതാണ്. സോ അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഇതേപോലത്തെ ഒരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർ അറിയട്ടെ. സോ ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമുക്ക് ഇനി ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിലേക്ക് കാണാം. അത്രയും ബൈ.